താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. ചോതി വിശാഖം നക്ഷത്രജാതർക്ക് 2026 മെയ് ജൂൺ മാസഫലങ്ങൾ. വരുമാനത്തിൽ വർധനവ്, കലാരംഗത്തുള്ളവർക്ക് നേട്ടം, പുതിയ സംരംഭങ്ങൾ. ചോതി വിശാഖം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം 1201 മലയാള മാസങ്ങളായ മേടം അവസാന പകുതി, എടവം പൂർണ്ണം, മിഥുനം ആദ്യ പകുതി ചേർന്ന 2026 മെയ് ജൂൺ മാസഫലങ്ങൾ. മേടമാസത്തിൽ തനിക്ക് ലഭിക്കേണ്ട അർഹിച്ച അംഗീകാരം ലഭിക്കാത്തതിൽ മനോവേദന വന്നേക്കാം. മാസത്തിന്റെ തുടക്കം പിന്നിടുന്നതോടെ ഐശ്വര്യവും മനസുഖവും കർമ്മസ്ഥാനത്ത് നിന്ന് വരുമാനവർദ്ധനവും പുണ്യക്ഷേത്ര ദർശനവുമെല്ലാം ഫലമാണ്. വാഹന ഉപയോഗത്തിൽ കരുതലെടുക്കുക. കുടുംബജീവിതം തൃപ്തികരമാകും. ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കും. എടവമാസത്തിൽ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഏറ്റവും മികച്ച അവസരമാണ് മുന്നിലുള്ളത്. അധികാര സ്ഥാനങ്ങൾ, വലിയ വിജയങ്ങൾ എന്നിവയ്ക്കെല്ലാം യോഗം. മേലധികാരികളിൽ നിന്ന് കൂടുതൽ സഹായങ്ങൾ ലഭിക്കും. എഴുത്തുകാർക്കും അഭിനയ രംഗത്തുള്ളവർക്കും സംഗീതം, മറ്റു കലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും നല്ല വരുമാനം ലഭിക്കും. ചില നിർദോഷ രോഗങ്ങൾ അലട്ടും. കടമായി നൽകിയ പണം പൂർണ്ണമായും തിരികെ ലഭിക്കാൻ അവസരമുണ്ട്. മിഥുനമാസത്തിൽ മരുന്നും മന്ത്രവും ദൈവാനുഗ്രഹവും ഉള്ളതിനാൽ അസുഖങ്ങളിൽ നിന്ന് മുക്തരാകും. കർമ്മരംഗം പുഷ്ടിപ്പെടും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കാത്തതിൽ നിരാശരാകും. അയൽക്കാരുമായി തർക്കങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. യാത്രകൾക്ക് അവസരമുണ്ടാകും. വിശാഖം നക്ഷത്രജാതർക്ക് മേടമാസത്തിൽ പിതാവിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ കരുതലെടുക്കേണ്ട സമയമാണ്. കർമ്മരംഗത്ത് നിന്ന് പ്രതീക്ഷിച്ച രീതിയിലുള്ള ധനം ലഭിക്കും. വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെടാം. ഓഹരികളിലൂടെ ലഭിക്കുന്നതിൽ കുറവ് വന്നേക്കാം. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉയരും. വിദേശയാത്രയ്ക്ക് അനുകൂല സമയമാണ്. ആഗ്രഹിച്ചതെല്ലാം ഒരു പരിധിവരെ നേടിയെടുക്കാൻ സാധിക്കും. എടവമാസത്തിൽ പരീക്ഷകളിൽ മികച്ച വിജയം. ബന്ധുക്കളിൽ നിന്ന് നല്ല സന്ദേശങ്ങൾ ലഭിക്കും. കർമ്മസ്ഥാനത്ത് ചില അസ്വസ്ഥതകൾ ഉടലെടുക്കും. ഉന്നതരുമായി ബന്ധപ്പെടാൻ അവസരം ലഭിക്കും. ദേവീക്ഷേത്ര ദർശനം കൂടാതെ പുരാണ പാരായണം, സത്സംഗങ്ങൾ എന്നിവയിൽ പങ്കുചേരും. മാസാവസാനത്തോടെ കൂടുതൽ അനുകൂലമാകും സമയം. നേട്ടങ്ങളും വർദ്ധിക്കും. മിഥുനമാസത്തിൽ കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. ശാരീരിക അവശതകൾ പ്രതീക്ഷിക്കണം. കർമ്മസ്ഥാനത്ത് മേലധികാരികൾ പോലും സഹകരിക്കാത്ത അവസ്ഥ വന്നുചേരാം. വിദ്യാർത്ഥികളുടെ അലസത ഭാവിയിലേക്കുള്ള അപചയമാകാം. വാഹനങ്ങളിൽ നിന്നുള്ള ആദായം കുറയും. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും സാധിക്കും. ദൈവാധീനമുണ്ടാകും. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.